ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് രാവിലെ തന്നെ കഴിക്കാനായിട്ട് ദോശയാണ് കേട്ടോ. സാധാരണ എൻ്റെ മാവ് ഇത്ര പൊന്താറില്ല. ഇന്ന് എന്തോ മാവിന് തോന്നിക്കാണും കുറെ കാലമായാലും ഇവിടെ കളിക്കുന്നതെന്ന്. അതുകൊണ്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് പൊന്തി വന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞതുപോലെ ഇത് ആയുധം വെച്ചിട്ടുള്ള കളിയാ. തലങ്ങും വിലങ്ങും കുറെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടി, രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി എന്നല്ലാതെ തേങ്ങ രണ്ടായി പിളരുന്നതൊന്നും ഞാൻ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു റബ്ബറിന്റെ തേങ്ങയാണ് ഞാൻ വെട്ടുന്നതെന്ന്. അല്ല ഗൈസ്, ഇതാ അവസാനം വെള്ളം കണ്ടു കേട്ടോ. അതിവിദഗ്ധമായിട്ട് ഞാൻ ആ വെള്ളം ഒരു പാത്രത്തിലേക്ക് ആക്കി കേട്ടോ. പിന്നെ എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ ഞാനും അങ്ങ് വലിച്ചു കുടിച്ചു. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, എന്നാൽ അതിന്റെ നാരും ചപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തുപ്പി ഞാനങ്ങ് കുടിച്ചു കേട്ടോ. ബാക്കി വന്ന് നോക്കുമ്പോൾ എന്റെ മോനെ തന്നെ നോക്കി വെള്ളം ഇറക്കി കൊണ്ടുവക്കുന്ന ബാക്കി. അപ്പൊ അവനെ രണ്ട് കണ്ണുരുട്ടി പേടിപ്പിച്ച് ബാക്കി അവനെ കൊണ്ടും കുടിപ്പിച്ചു കേട്ടോ. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും അവൻ നല്ലതാന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ എല്ലാവരും പരിപാടികളും കഴിഞ്ഞ് വരുമ്പോഴത്തെ ദോശക്കെല്ലാം ആർക്കാൻ വേണ്ടി കിടന്നു പോയിരുന്നു. പിന്നെ അതിന്റെ മുകളിലേക്ക് ഒന്നും നോക്കാതെ തലങ്ങും വിലങ്ങും ഞാൻ കുറച്ച് നെയ്യ് അങ്ങോട്ട് തൂക്കി കൊടുത്തു. പിന്നെ നമ്മുടെ സുന്ദര കുട്ടപ്പനായി പൊന്തിഞ്ഞ് വന്നിട്ട് നമ്മുടെ മാവ് അങ്ങോട്ട് എടുത്ത് നല്ല സൂപ്പറായിട്ട് പരത്തി കൊണ്ടെടുത്ത് അടിപൊളി ദോശ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങളിപ്പോ നോക്കുന്നത് എനിക്ക് സത്യമായിട്ട് പരത്താൻ അറിയാമെന്ന്. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഞാൻ ഒപ്പിക്കും കേട്ടോ. അങ്ങനെയെല്ലാം പരത്തിയെടുത്ത് അതിനു മുകളിൽ എൻ്റെതായ സ്റ്റൈലിൽ കുറച്ച് നെയ്യും തൂവി കേട്ടോ. രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയില്ലേ, ഇനിയും ദോശ ഇടാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സീന്? വീഡിയോ എടുക്കല്ലേ കുറച്ച് നല്ല വൃത്തിക്ക് വന്ന് വീണോട്ടെ എന്ന് വെച്ചപ്പോ നമ്മുടെ നെയ്യക്കുണ്ടോ ഡിമാൻഡ്, അവനുണ്ടോ വീഴുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ട് കുടയൻ അങ്ങോട്ട് കുടഞ്ഞു. വേണ്ട ഗൈസ്, തിരി കൂട്ടുന്നില്ല. അഥവാ ഇനി ഫ്ലെയിം കൂട്ടി കരിഞ്ഞു പോയാലോ, അതുകൊണ്ട് അത് അവിടെ വെച്ചു. പിന്നെയാണ് എൻ്റെ കലാപരിപാടികൾ ആരംഭിക്കുന്നത്. ഇതാണ് ട്ടോ നമ്മളെ വീട്ടിലെ ചിലവ്. നല്ല അടിപൊളി ചിലവാണേ. ഇതങ്ങോട്ട് വെച്ച് അതിന് മുകളിൽ പ്ലേറ്റും വെച്ച് നോക്കുമ്പോൾ എൻ്റെ മകൻ ആ വെള്ളം കുടിച്ചിട്ടേ ഇല്ല. നേരത്തെ കണ്ണുരുട്ടി പേടിപ്പിച്ചതിനാലായിരിക്കും കുറച്ച് കുടിച്ച് അടിപൊളിയാണെന്നുള്ള രീതിയിൽ കൈ കൊണ്ടൊരു അവൻ്റെതായ രീതിയിലുള്ള എന്തൊക്കെയോ മുദ്രകളും കാണിച്ചതായിരുന്നു കേട്ടോ. ശേഷം അതിന് ബാക്കി വന്ന ബാലൻസ് ഞാനും കുടിച്ച് വായിൽ കണ്ടത് ആരും എടുത്ത് തുപ്പി. അത് നമ്മുടെ കലാപരിപാടിയിലോട്ട് കടന്നു. തേങ്ങ കുറേശ്ശെയായിട്ട് ചിരവ് കേട്ടോ. സംഗതി പിടികിട്ടി കാണും. എല്ലാവരുടെ വീട്ടിൽ പോലെ തന്നെ ദോശയും ഇഡ്ഡലിയൊക്കെ ആകുമ്പം നമ്മളെ വീട്ടിലും സാമ്പാറും ഒക്കെയാണ് പതിവ്. പക്ഷെ ഇന്ന് ഞാൻ അത് ചട്നിയിൽ ഒതുക്കി കേട്ടോ. ചട്നിയാണ്, വെക്കേഷൻ ആയതുകൊണ്ട് പോകാനൊന്നും ഇല്ലല്ലോ, കുഞ്ഞുങ്ങൾക്കൊക്കെ അവധിയാണല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ചട്നിയിൽ അങ്ങ് ഒതുക്കി. അപ്പൊ അതാ എൻ്റെ മോൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് ദോശയിട്ട് തിരിച്ചിടാനുള്ള പെടാപ്പാടിലാണ്. ഒന്ന് മടങ്ങി അവന്റെ വിചാരം ഞാൻ കണ്ടില്ല എന്നാണ്. ഞാൻ കണ്ടു ഗേസ്. എന്നെ കണ്ടപ്പോൾ അവൻ പേടിച്ചിട്ടാണെന്നറിയില്ല, വേഗം മറിച്ചിട്ട് എന്തോ വലിയ കാര്യം ചെയ്ത് തീർത്താന്ന് മട്ടിലങ്ങനെ നിന്നു. പാവല്ലേ, തന്നാലായത് എന്ന് പറയുന്നത് പോലെ അവനെ കൊണ്ടാകുന്ന പണികളൊക്കെ അവൻ എന്നെ സഹായിക്കും കേട്ടോ. പിന്നെ കേസ്ട്രോളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൻ ചെയ്ത് അവൻ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നത് എന്ത് ചെലവലാണ് അമ്മ ഇത് ഇതുവരെയായിട്ട് കഴിഞ്ഞില്ലേ. അങ്ങനെ അതാ ആ ദോശ അവൻ എടുത്ത് അതിലിട്ടു കേട്ടോ. ബാക്കിയുള്ള ദോശ അവൻ എണ്ണ പുരട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് ചുട്ട് പരത്തി എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ തേങ്ങച്ചെരവൽ പരിപാടികളുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഏട്ടൻ റെഡി ആയിട്ട് ഇറങ്ങുന്നത്. കുറെ നേരമായാലും അമ്മയും മോനും താഴോട്ട് വിട്ട് ചായ എന്നായില്ലെന്ന് വെച്ച ചോദ്യത്തിൽ എന്ന ചോദ്യം ചോദിച്ചത് എൻ്റെ ഏട്ടന് ഓർമ്മയുള്ളൂ. വേഗം ഒരു പണിയും കൊടുത്ത് ബാക്കി ദോശയും ചുട്ടോളാൻ പറഞ്ഞു. അപ്പൊ പാവം അവിടെ കുത്തിരുന്ന് ദോശ ഇടേട്ടോ. അപ്പൊ എന്നോട് പറയേണ്ടത് ഒന്നും ചോദിക്കേണ്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ചട്നി ഒന്ന് തട്ടിക്കൂട്ടാന്ന് കരുതി അതിലേക്ക് കൊണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൊച്ചുള്ളി അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന നമ്മുടെ കുഞ്ഞൻ ഉള്ളിനെ ഞാനൊന്ന് അങ്ങോട്ട് കടിച്ചിട്ട് കേട്ടോ. അതിനുശേഷം എന്താ നമ്മുടെ തേങ്ങ അതിലോട്ടിട്ട് നല്ല വെടിപ്പായിട്ട് അങ്ങോട്ട് നൈസാക്കി തട്ടിക്കൂട്ടി അരച്ചെടുക്കാൻ തുടങ്ങി കേട്ടോ. നമ്മളിതാ രണ്ട് മിക്സി ഉണ്ട് കേട്ടോ. നമ്മൾ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി സൂക്ഷിച്ച് കൊണ്ട് കിടക്കുന്ന മിക്സികളാണ് കേട്ടോ രണ്ടും. അപ്പൊ അതാ അവന്റെ തുണിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നമ്മളൊന്ന് ജാറിന് അതിന് മുകളിൽ വെച്ച് ഒന്ന് അടിച്ചങ്ങോട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഇതാ നമ്മുടെ ചട്നി ഇവിടെ റെഡിയായേ. എല്ലാവരും ചട്നി അടുപ്പത്തേക്ക് ഇട്ട് ഗ്യാസിൽ കത്തിച്ചതിന് ശേഷം പാത്രം വെച്ച് പാത്രത്തിലേക്ക് ചട്നി അടിച്ചതിട്ടിട്ട് വറവിടുന്നൊരു സിസ്റ്റം വേറെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കുറയും പോലെ തോന്നും. അതെന്റെ മാത്രം തോന്നലാണോന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഞാൻ എപ്പോഴും ചെയ്യാറ് ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ തേങ്ങയും മിക്സും എല്ലാം കൂടി അരച്ചിട്ട് അതിൽ കുറച്ച് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് ജസ്റ്റ് എന്താ പറയുക ഒന്ന് ലൂസാക്കി എടുക്കും കേട്ടോ. അരിപ്പ വേണോ തോർത്ത് വേണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതിനൊന്നും ആവശ്യമില്ല ഗൈസ്. അങ്ങനെ തന്നെ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അതിനെ എത്രത്തോളം ഫലവത്താക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഫലവത്തിൽ ലൂസാക്കി എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഒരു ചെറിയ പാൻ അങ്ങോട്ട് വെക്കുകയാണ്. അതിനുശേഷം ആ പാനിൻ്റെ അകത്തേക്ക് നമുക്ക് വറവിന് വേണ്ടിയിട്ട് ചെറിയ കൊച്ചുള്ളി നമ്മൾ ബാലൻസ് വന്ന രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് മാറ്റി വെച്ച് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തോ. വീഡിയോ ഫാസ്റ്റ് ആക്കുന്നത് കൊണ്ടാണ് കേട്ടോ അരിയുന്നത് സ്പീഡ് കൂടുന്നതല്ല. ഞാൻ അത്ര കംഫർട്ട് ഒന്നും അല്ല കേട്ടോ അത്ര സ്പീഡിൽ അരിഞ്ഞെടുക്കാൻ. അതിനുശേഷം എൻ്റെ മോനത് ഞാൻ എടുത്ത പണിയൊന്നും ഫുള്ളാക്കാത്തത് എൻ്റെ മോനാട്ടോ ബാക്കി ചെയ്യുന്നത്. ആ മിക്സിന് അവൻ ഒരു തുണി അവിടെ ബാലൻസ് വെച്ച് മറ്റേ തുണി കൊണ്ട് അങ്ങോട്ട് പുതപ്പിച്ചിട്ട് അതിനുശേഷം ഞാൻ വന്നത് റെഡിയാക്കി കേട്ടോ. അതിനുശേഷം കെറ്റിൽ കുറച്ച് വെള്ളം കൂടി വെച്ചു. നമുക്ക് രാവിലെ കുറച്ച് കുടിക്കാൻ വെള്ളം വേണം. അതിന് രീതി ഒരു തന്ത്രപ്പാടിൽ എന്നോട് ആ കാര്യം അങ്ങ് വിട്ടുവരുന്നേ. അപ്പോഴേക്ക് ഏട്ടൻ അവിടുന്ന് ചായ ഒക്കെ ആക്കി. ആ ചായ എടുത്തപ്പം ആ ഗ്യാപ്പിലോട്ട് നമ്മുടെ ചട്നി വറവിടാനുള്ള പാനും വെച്ചു. കുറച്ച് കടുക് ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടപ്പോഴേ വെളിച്ചെണ്ണ ചൂടായില്ല. പിന്നെ ഫ്ലെയിം അങ്ങ് തീ കൂട്ടി അങ്ങ് വെച്ച് അതിലങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഈ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും കേട്ടോ. നിങ്ങളൊക്കെ പൊറുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അതിനുശേഷം നമ്മുടെ കുഞ്ഞൻ കറിവേപ്പിലയും
നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തലകം വരകൊക്കെ മൂക്കുമ്പോൾ അത് അങ്ങോട്ട് മൂത്തോളൂ പോകും. പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. തിരി കൂട്ടിയിടാതിരിക്കാൻ എൻ്റെത് കുറച്ച് കരിഞ്ഞു പോയായിരുന്നേ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി മൂപ്പിച്ചെടുത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പുണ്ടല്ലേ, ആ അരപ്പിലോട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കുക. ഹാ, അന്തസ് എന്താ ടേസ്റ്റ് എന്നറിയോ? ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുന്നതിനേക്കാൾ ഒരു ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കൂട്ടുന്ന സമയത്ത്. ഇനി നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഫീഡ്ബാക്ക് എന്തായാലും കമ്പനി വെച്ചിട്ടറിയാം. അങ്ങനെ ചായയും കുടിച്ച് ഏട്ടൻ എഴുന്നേറ്റ് നേരെ പോയിട്ടോ കമ്പനിയിലോട്ട്. അതിനുശേഷം നമ്മൾ ഉച്ചത്തേക്കുള്ള കലാപരിപാടികൾ തുടങ്ങണേ. നമുക്കിന്ന് ക്ലാസ്സും ഉണ്ട്. അപ്പൊ അതിനു മുന്നേ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാ വെച്ച് അങ്ങനെ അടുപ്പത്ത് അരിയിട്ട് ഗ്യാസിലാണ് കേട്ടോ വെക്കുന്നത്. അമ്മ ഉള്ളപ്പോൾ ഇവിടെ അടുപ്പത്ത് വെക്കും, അമ്മ ഇല്ലാത്തപ്പോൾ ഞങ്ങൾ ഗ്യാസിൽ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഗ്യാസിൽ വെച്ച് അതൊരു മണിക്കൂർ കഴിഞ്ഞ് വെച്ച് നമ്മുടെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ പിന്നെ ഒരു മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ചോറ് റെഡി ആവും കേട്ടോ. അങ്ങനെ അരിയിട്ട് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. പണ്ട് മുതലേ പറയുന്നതും പണ്ട് മുതലേ അമ്മയൊക്കെ ചെയ്തും കാണുന്ന പരിപാടിയാണ്. അരിയിട്ടാലൊന്ന് തലങ്ങും വിലങ്ങും അതോ ഇനി ഒന്ന് ഇളക്കി മറയ്ക്കണമെന്ന്. അതേ സിസ്റ്റം ഞാൻ ആവർത്തിച്ചു. നമ്മുടെ ബൗളിൽ അരി കഴുകി അരി അങ്ങോട്ടിട്ട് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കുമ്പോൾ ആഹാ എന്താ സുഖം. എന്തിനാന്നറിയില്ല. എന്നാലും ഞാനും ഒരു രണ്ടിളക്ക് എക്സ്ട്രാ കൂടുതൽ ഇളക്കി. അതിനുശേഷം എന്താ പതുക്കെ നമ്മുടെ കുക്കർ ഇങ്ങോട്ട് എടുത്തു. നമുക്ക് ഉച്ചത്തേക്ക് ചോറ് മാത്രം പോരല്ലോ, അതിന് കൂടെ എന്തെങ്കിലും കടിച്ചു പറിക്കാനും കൂടി വേണ്ടേ. ഇന്നൊന്നും മീനൊന്നും കിട്ടിയിട്ടില്ല കേസ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പരിപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കരുതി. പരിപ്പും ഉരുളക്കിഴങ്ങും തക്കാളിയും. ഉരുളക്കിഴങ്ങ് അത് വല്ലാത്തൊരു വികാരമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. അത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്നതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് തക്കാളി കട്ട് ചെയ്തപ്പോൾ അച്ഛനും അമ്മയും മക്കളെയും എല്ലാവരും ഉണ്ടല്ലോ. പുഴുക്കളാണ് കേസ്. അത് അതുപോലെ അവിടെ വെച്ചു വേറൊരു കുഞ്ഞ് തക്കാളിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. അതങ്ങോട്ട് കുനുകുനാന്ന് പറഞ്ഞ അരിഞ്ഞിട്ട് അപ്പോഴേ എൻ്റെ മൂക്കുന്നും നെറ്റിന്നും ഒക്കെ ചൊറിയുന്നുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നല്ല, കൊതുക് എന്നെ വെച്ചേക്കുന്നില്ല. അത് നിങ്ങൾക്കും ഉണ്ടോ കൊതുകിന്റെ ശല്യങ്ങളൊക്കെ? ഇവിടെ ഫുള്ള് കൊതുകിന്റെ ശല്യം. നല്ല വൈകിട്ടും അതേപോലെ തന്നെ രാവിലെ. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, സോറി ഗേൾസ്, മഞ്ഞപ്പൊടി ആൻഡ് മുളക് പൊടി, ഉപ്പുപൊടി, അതേപോലെ പച്ചമുളക്. ഇതാണ്ട നമ്മുടെ ഇത് മീഷോന്ന് വാങ്ങിയാണ്. ഞാൻ പറ്റിയ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഭരണിയാണ് കേട്ടോ. 2 കിട്ടും. 1 kg അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് അതിനുശേഷം നമുക്ക് ഇവിടെ അലക്കാനും ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നമുക്ക് ഇവിടെ സഹായിയായിട്ട് ഒരു ചേച്ചി വരുന്നുണ്ട്. ജാനു എന്നാണ് ഈ പേര്. അപ്പൊ ആ ചേച്ചി വന്നപ്പോൾ ആ ചേച്ചീനെ വൈകി കുറെ നടന്നു കേട്ടോ. സോപ്പ് പൊടിയും ഡ്രസ്സ് അലക്കാനുള്ള ഡ്രസ്സൊക്കെ കൊടുത്ത്. അതിനുശേഷം എനിക്ക് ഈ അടുക്കള എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ പണി ഒരു സൈഡിൽ നടക്കണം, നമ്മൾ എടുത്ത പാത്രങ്ങൾ ഒരു ഭാഗത്ത് വൃത്തിയായിക്കൊണ്ടിരിക്കണം, നമ്മളിങ്ങനെ ക്ലീൻ ആക്കിയിരിക്കണം. വീണ്ടും അതാ നേരത്തെ അതേ പണി തന്നെ. തേങ്ങ ചിരവൽ, ഓട് ചിരവൽ. ഇന്ന് എത്രയോ തവണ ഞാൻ തേങ്ങ ചിരവിട്ടോ. അതിനുശേഷം മോള് എഴുന്നേറ്റ് വന്നേ. അവള് ഇന്ന് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവള് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് മോക്ക് ചട്നിയും ചായയും കൊടുക്കാൻ വേണ്ടിയിരുന്നാണേ. അവൾ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് എനിക്കത് വേണ്ട, എനിക്ക് ന്യൂട്രല മതിയത്. ഞങ്ങള് പിന്നെ അധികം അങ്ങോട്ട് ക്ലോസ് ചെയ്യില്ല കേട്ടോ അത്. അതുകൊണ്ട് രണ്ട് കണ്ണൊക്കെ ഉരുട്ടി അവളെ അങ്ങോട്ട് തീറ്റിക്കായിരുന്നു. അപ്പൊ അവള് കൂട്ടിന് ഏട്ടനെയും വിളിച്ചിട്ടോ. അവൻ രാവിലെ ഒരു കഴിപ്പ് കഴിച്ചാ, എന്നാലും അവൾക്കും വേണ്ടി പിന്നെ ഒരു കഴിപ്പ് കഴിച്ചിട്ടോ. അങ്ങനെ ഞങ്ങളുടെ നീണ്ടു നിൽക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മളിതാ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ ചോറും കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. മീൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പൊരിക്കാന്ന് വിചാരിച്ച് നിന്നാണ്. അപ്പോൾ ഒരു മീൻകാരനൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ മോന് മീനാണെങ്കിൽ നിർബന്ധമാണ്. അപ്പം ഞാൻ അവൻ ഒരു വിധത്തിൽ പറഞ്ഞ് കോഴിമുട്ടയിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. വേറെ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് കോഴിമുട്ട നൈസായിട്ടൊന്ന് പൊരിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മുടെ രാവിലത്തെ പച്ചക്കറി, അതായത് നമ്മൾ പരിപ്പും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ ആ ഒരു കറിയും 2 കോഴിമുട്ട പൊരിച്ചതും എടുത്തിട്ട് മോക്കും ചോറ് കൊടുക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ അവനെ തിരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷനായി. മീനില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു വിധത്തിൽ ഇഷ്ടമൊന്നുമില്ല. എങ്കിലും എന്താ ചോറ് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അമ്മ എത്തിയിട്ടോ. അമ്മ മോക്ക് വരുമ്പോൾ കമ്മലും അതുപോലെ തന്നെ മാലയും മോനൊരു ഓടക്കുഴലൊക്കെ കൊണ്ടുവന്നിട്ട്. അമ്മ മുത്തപ്പങ്കാവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചപ്പോഴേ രാത്രിയായി. പിന്നെ ഏട്ടൻ വന്നതിന് ശേഷം ഞങ്ങൾ നൈറ്റ് ഫുഡ് മന്തിയിൽ അങ്ങ് ഒതുക്കി. മീനില്ലാത്തത് കൊണ്ട് ഏട്ടൻ ചോറ് വേണ്ടാന്ന് പറഞ്ഞ് മന്തി വാങ്ങിയിട്ട് വരാൻ തന്നെ. അങ്ങനെ ഞാനും ഏട്ടൻ്റെ കൂടെ പോയിട്ടോ. നമ്മൾ സാധാരണ വാങ്ങുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വാങ്ങിയത്, കാക്കൂരുള്ള അൽമദക്കുന്നാണ്. അങ്ങനെ മന്തി വാങ്ങി നമ്മളിതാ നേരെ വീട്ടിലെത്തിയിട്ടോ. ഇപ്രാവശ്യം നമ്മൾ വാങ്ങിയത് ഷവായയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷവായ കഴിക്കുന്നതും വീട്ടിലോട്ട് വാങ്ങുന്നതും. അങ്ങനെ എൻ്റെ നിർബന്ധത്തിനാണ് കേട്ടോ ഷവായ വാങ്ങിയ. ടേസ്റ്റ് ഒന്നും എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇപ്രാവശ്യം 2-3 ഐറ്റംസ് കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ എല്ലാ സാധനങ്ങളും പാത്രത്തിലോട്ട് മാറ്റി. ഇപ്രാവശ്യം ഷവായ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അതിന് കൂടെ ബീട്രൂട്ടിൻ്റെ ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടോ. നല്ല സ്മെല്ലുണ്ടായിരുന്നു, നല്ല റെഡ് കളറുമാണ്. അതുപോലെ തന്നെ ചോറ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിച്ചാൽ നമ്മൾ ആദ്യം വാങ്ങുമ്പോൾ തികയുമെന്ന് വിചാരിച്ച് കുറച്ചുകൂടി കൂട്ടി വാങ്ങി.
വീട്ടിൽ വന്ന് പാത്രത്തിലോട്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാൻ ഇത് ബാക്കിയാവരുതേ എന്ന്. അങ്ങനെ ഇതാണ് കേട്ടോ ഷവായ. കാണാനൊക്കെ ഗുമ്മുണ്ട്. ഇനി ടേസ്റ്റ് എന്താ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇതാണ് ഈ ഒരു ബീട്രൂട്ടിന്റെ സംഭവം. ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ്. അതുപോലെ അതിൻ്റെ കൂടെ തക്കാളിയുടെ ചട്നി ഉണ്ട്. ഇപ്രാവശ്യം ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കുറഞ്ഞു കേട്ടോ. അതേപോലെ തച്ചമ്പർ ഉണ്ട്, എല്ലാം ഉണ്ട്. തച്ചമ്പർ വലിയ ടേസ്റ്റ് ഇല്ല, എല്ലാ പ്രാവശ്യം ഒരു വിനാഗിരിൻ്റെ ഒരു ടച്ച് ഉണ്ടാവലുണ്ട്. ഇപ്രാവശ്യം വെറുതെ വെള്ളത്തിൽ ഉപ്പിട്ട് അതിൽ തച്ചമ്പർ ഇട്ട് വെച്ച ഫീലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതിനുശേഷം എന്താ നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെത് നോക്കി. അപ്പം ഭയങ്കര സ്മെല്ലും അതുപോലെ തന്നെ നല്ല കളറൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ ആദ്യം ആ ഒരു ബീട്രൂട്ട് ടേസ്റ്റ് ചെയ്തതിൽ എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ചിക്കനും തച്ചമ്പറും ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു. പതിയെ ഞാൻ ബീട്രൂട്ട് കൂട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടോ. ഞാൻ ഏട്ടനോട് കൂട്ടാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ കൂട്ടിയില്ല. കുറച്ചെന്തോ ടേസ്റ്റ് നോക്കി. മക്കൾ രണ്ടുപേരും എടുത്തില്ല, അച്ഛനും അമ്മയും കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന്, ഞങ്ങൾ 6 പേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ.